ഈ ചൂടുള്ള സമയത്ത് അലർജി ഉള്ള ആളുകൾക്ക് എ സി ആണോ ഫാൻ ആണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്? അധികം ആളുകൾക്കും ഇതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാവും. നമ്മൾ എ സി ഉപയോഗിക്കുമ്പോഴും ഫാൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ ഒരു 24 മുതൽ 26 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ചും കൂടി തണുപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. തുമ്മൽ ഉണ്ടാവാൻ വരെ ഇതൊരു കാരണമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മൊത്തത്തിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സ്കിന്ന് മുതൽ മൂക്കൊക്കെ ഡ്രൈ ആവാനും മൂക്കിന്റെ ഇറിറ്റേഷൻസ് ഉണ്ടാവാനും തുമ്മലൊക്കെ ഉണ്ടാവാനും ഇത് കാരണമാവാറുണ്ട്. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് എ സി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്. എ സി എന്തായാലും നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഫേസിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേസിലേക്ക് നന്നായിട്ട് എ സി അടിക്കുമ്പോൾ തന്നെ തുമ്മലും മുക്കുലിപ്പൊക്കെ നന്നായിട്ട് വരുന്നതായിട്ട് ആദ്യം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എ സിയുടെ ഫിൽറ്റർ നിർബന്ധമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യണം. ഇനി ഫാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാൻ ഒരു കാരണവശാലും ഹൈ സ്പീഡിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം സ്പീഡിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. ഫാനിന്റെ കാറ്റ് നേരിട്ട് നമ്മുടെ ഫേസിലേക്ക് അടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാനിന്റെ ബ്ലേഡ് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്തായാലും സമയം കണ്ടെത്തിയിട്ട് അത് ക്ലീൻ ചെയ്യണം. നമ്മുടെ റൂമിലൊക്കെ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫാൻ ഡയറക്റ്റ് ക്ലീൻ ആക്കാതെ പ്രത്യേകിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഈ പൊടിപടലങ്ങൾ മുഴുവനായിട്ട് നമ്മളെ അന്തരീക്ഷത്തിൽ വരാനും തുമ്മലൊക്കെ കൂടാൻ അത് കാരണമാവുന്നുണ്ട്. നമ്മൾ നനഞ്ഞ തുണിയോട് മാത്രം ബ്ലേഡ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്നാകെ റൂം മൊത്തം ഈ പൊടി സ്പ്രെഡ് ആവാനും തുമ്മൽ മാത്രമല്ല അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടും കൂടാൻ അത് കാരണമാവുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു തണുപ്പും അതോടൊപ്പം തന്നെ ചെറിയൊരു സ്പീഡിൽ ഫാൻ വിടുക എന്നുള്ളതാണ് അലർജിയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഓവറായിട്ട് തണുപ്പ് തോന്നുകയാണെങ്കിൽ എ സി കാരണം റൂം ഓൾറെഡി തണുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എ സി ഓഫ് ആക്കാം. മീഡിയം ഒരു സ്പീഡിൽ പിന്നെ ഫാൻ ഇടുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് മതിയാവും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് പെട്ടെന്ന് ഒരു സഡൻ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. എ സിയും ഫാനും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സേവ് ചെയ്തോളൂ.